തുടങ്ങി. ഈ ഖേദകരമായ അവസ്ഥ പറഞ്ഞു കൊടുക്കാൻ ഇന്ന് നാട്ടിൽ ആരാളുള്ളത്? ആരെങ്കിലും ഒരാൾ ഇത് സംസാരിച്ചാൽ ആ വ്യക്തിയെ നാട്ടുകാർ എങ്ങനെയായിരിക്കും ചിത്രീകരിക്കുന്നത് വായിച്ചു നോക്കൂ നിങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ കേരളത്തിൽ വരെ ഇത് പ്രചരിപ്പിച്ചപ്പോൾ നമ്മൾ അതിനെ എതിർക്കാനുണ്ടായത്. ഖാദിരിയ ത്വരീഖത്താണ് ഇതിന് അടിസ്ഥാനം കുറിച്ചത്. ഈ ആശയം കൊണ്ടുവന്നത് ഖാദിരിയ ത്വരീഖത്തുകാരാണ്. ഖാദി മുഹമ്മദി എന്ന് പറയുന്ന മനുഷ്യൻ ഒരുപാട് എഴുതിയുണ്ടാക്കി. വെറും 400 കൊല്ലം പഴക്കമുള്ള മുഹയ്യദ്ദീൻ മാലയാണ് ഇത്തരത്തിൽ ഏറ്റവും സുപരിചിതമായി. 400 കൊല്ലം പഴക്കമുള്ളൂ. എന്നിട്ട് അതാണ് ഇസ്ലാം എന്നും 1400 കൊല്ലം മുമ്പ് പഠിപ്പിച്ച ഇസ്ലാം വേണ്ടാന്നും പറയുന്ന അവസ്ഥയിലേക്ക് വന്നെങ്കിൽ നമ്മൾ എന്തൊരു പുത്തൻവാദിയാണെന്ന് പറയാൻ വേറെ തെളിവ് ആവശ്യമുണ്ടോ? എന്നിട്ട് മാത്രമല്ല, മുഹയ്യദ്ദീൻ മാല ചൊല്ലിയാൽ ഖുർആനിനേക്കാൾ പ്രതിഫലമാണെന്ന് പഠിപ്പിച്ചു. എന്താ അങ്ങനെ പറയാൻ? അവർ പറയുന്നുണ്ട്, മൊഴിയൊന്നും കളയാതെ പിളയാതെ ചൊന്നോർക്ക് മണിമാടം സ്വർഗത്തിൽ ന്യായം കൊടുക്കുമേ. തെറ്റുകൂടാതെ മുഹയ്യദ്ദീൻ മാല ചൊല്ലിയാൽ സ്വർഗത്തിൽ ഒരു മാളിക ലഭിക്കും. ഖുർആൻ പറഞ്ഞിട്ടില്ല, ഹദീസ് പറഞ്ഞിട്ടില്ല. ഖുർആൻ ഒരു തവണ തെറ്റുകൂടാതെ പാരായണം ചെയ്താൽ സ്വർഗത്തിൽ മാളിക തരുന്നു. പ്രതിഫലങ്ങൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ തെറ്റുകൂടാതെ മുഹയ്യദ്ദീൻ മാല ഓതിക്കഴിഞ്ഞാൽ പാടിക്കഴിഞ്ഞാൽ സ്വർഗത്തിൽ മാളിക കിട്ടുന്ന ഈ നാട്ടുകാരോട് പഠിപ്പിച്ചു കൊടുത്തു. എത്ര പണം മുടക്കിയാലും, ആടിനറുത്താലും പോത്തിനറുത്താലും ഇത് മുടക്കാൻ അവർ സന്നദ്ധരല്ല. എന്തേ? ഇത് സ്വർഗം കിട്ടുന്ന കാര്യമാണെന്ന് ജനങ്ങളോട് തെറ്റിദ്ധരിപ്പിച്ചു കൊടുത്തു. ഇതിനാണ് വിശുദ്ധ ഖുർആൻ നമ്മളോട് ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞു തന്നു. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വറുഹ്ബാനി, പണ്ഡിതന്മാരിലും പുരോഹിതന്മാരിലും ധാരാളം ആളുകളുണ്ട്. ലയകുലൂന അംവാലൻ നാസി ബിൽ ബാത്തിൽ, ജനങ്ങളുടെ സമ്പത്ത് അന്യായമായി തിന്നുകൊണ്ടിരിക്കും. ജനങ്ങളുടെ സമ്പത്ത് തിന്ന് നശിപ്പിക്കുന്നവരാണ് അന്യായമായിട്ട്. വയസുദ്ദൂന അൻ സബീലില്ലാഹ്, അള്ളാന്റെ മാർഗത്ത് നിന്ന് ജനങ്ങളെ വഴിതെറ്റിക്കുകയും ചെയ്യുന്നവരാണ്. നല്ലത് പറഞ്ഞു കൊടുത്താൽ ജീവിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ജനങ്ങളെ പറ്റിക്കണമെങ്കിൽ, നല്ല ഭക്ഷണം കിട്ടണമെങ്കിൽ, നല്ല പണം കിട്ടണമെങ്കിൽ ദീനിലില്ലാത്തത് പറഞ്ഞ് അവരെ തെറ്റിച്ചെങ്കിലേ സാധ്യമാകുള്ളൂ. അതുകൊണ്ട് ജനങ്ങളോട് ദീനിലില്ലാത്തതിന് പോരിശകൾ എണ്ണം കൂട്ടി 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 പറഞ്ഞ് ജനങ്ങളെ അതിലേക്ക് നയിക്കാൻ ശ്രമിച്ചു. പിൽക്കാലത്ത് ഒന്നുകൂടെ കഴിഞ്ഞപ്പോ അടുത്ത ത്വരീഖത്ത് രംഗത്ത് വന്നു. റിഫായി ത്വരീഖത്ത്, കുത്താറാത്തീബിന്റെ ത്വരീഖത്ത്. ഈ ത്വരീഖത്തുകാർ വന്നപ്പോ പറഞ്ഞു, മുഹയ്യദ്ദീൻ മാല ഫുള്ള് പ്രശ്നമാണ്. അത് പറഞ്ഞൊന്നും വലിയ കാര്യമില്ല, അതിനേക്കാൾ കറാമത്തുണ്ട് റിഫായി ശൈഖിന് എന്ന് പറഞ്ഞുകൊണ്ട് മുഹയ്യദ്ദീൻ മാലക്ക് ഖണ്ഡനമെഴുതുകയാണ് റിഫായി മാലക്കാരൻ. മുഹയ്യദ്ദീൻ ശൈഖിന് എന്തൊക്കെ പ്രത്യേകത ഉണ്ടെന്ന് അവർ പറയുന്നു, അതിന്റെയൊക്കെ നേർക്ക് ഓപ്പോസിറ്റ് പറയലായി റിഫായി മാലക്കാരൻ. എന്തൊരു അത്ഭുതം! ഇത് പാടി പാടി പറഞ്ഞ് നടന്നിട്ട് എന്താണ് ഈ നാട്ടിൽ കിട്ടുന്നത്? മുഹയ്യദ്ദീൻ മാലക്കാരൻ പറഞ്ഞു, കനിയില്ലാ കാലത്തെ കനിയെ കൊടുത്തോവർ, കാഞ്ഞാമരത്തിലും കായാ നിറച്ചോവർ. ഒരു രക്ഷയില്ല. വാക്കിന്റെ അർത്ഥം, ഒരു കായ്കനികളും മുളക്കാത്ത ഉണ്ടാവാത്ത കാലത്ത്